ഈ ചിക്കൻ കാണുമ്പോൾ തന്നെ അറിയാം നാടൻ കോഴിയായിട്ടത്. ഇപ്പം നാടൻ കോഴീനെ നമ്മളൊരു വേറെ ലെവലിൽ കറി വെക്കുന്നത്, വേറെ ലെവലിൽ നിന്നല്ല, പണ്ട് രീതിയിൽ കറി വെച്ചുകൊണ്ടിരുന്ന രീതിയിൽ തന്നെ കറി വെക്കുന്ന ഒരു രീതിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. അതിന് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ മുക്കി അതിൻ്റെ പപ്പൊക്കെ കളഞ്ഞ് ക്ലിയർ ആക്കി വെച്ചിരിക്കുന്ന, ചെറുതായിട്ട് വക്കിങ്ങിട്ട് ക്ലിയർ ആക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ്. 2 ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനകത്ത്. ഈ ചിക്കനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കിന്നുൾപ്പെടെയാണ് നമ്മൾ ഇത് എടുക്കുന്നത്. സ്കിന്നുൾപ്പെടെ എടുക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ആ കറിക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കരളിനടക്കുന്ന ഇതിനകത്ത് കയ്പ്പയാണ് ആദ്യം എടുത്ത് മാറ്റുന്നത്. കയ്പ്പ് മാറ്റുമല്ല ചെയ്യുന്നത്. ഇതിനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രൈബൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ കയ്പ്പ് കഴിക്കും. ഇത് കഴിക്കുവാണെങ്കിൽ നമുക്ക് ആരോഗ്യപരമായി നമുക്ക് ശരീരത്തിനൊക്കെ ഒരു ശക്തി കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ കോഴീനെ പീസാക്കി വെച്ചിട്ടുണ്ട്. ചിലർ ചിക്കൻ കറി വെക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൺലെസ് ആയിട്ടുള്ള പീസ് മാത്രം ഉപയോഗിച്ചാണ് കറി വെക്കുന്നത്. അത് ചിക്കൻ കറിക്ക് വേറെ ടേസ്റ്റ് കിട്ടുമെന്നൊക്കെ പറയണേ. പക്ഷെ നമ്മളിവിടെ എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ മിക്സിങ് ആയിട്ടുള്ള ആ ബോഡിയുടെ ഫുൾ പാർട്സും മിക്സ് ചെയ്ത ഭാഗങ്ങളെടുത്താണ് കറി വെക്കുന്നത് വെച്ചാൽ എന്നാലാണ് നാടൻ കോഴി കറി വെക്കുമ്പോൾ അത് കറിക്കുള്ള ടേസ്റ്റ് മാത്രമല്ല അതിൻ്റെ കുറേ ഗുണങ്ങളും കൂടെ കിട്ടത്തുള്ളൂ. അതാണ് നമ്മളിവിടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ നാടൻ കോഴിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഡ്രസ്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം ഒന്ന് കഴുകും, പിന്നെ ഞുറുക്കി കഴിഞ്ഞാൽ കഴുകത്തില്ല. അപ്പോൾ ആ രീതിയിലാണ് നമ്മളിവിടെ ഈ ചിക്കൻ്റെ പീസുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിലേക്ക്. ഇനി കടുക് പൊട്ടിക്കാൻ വേണ്ടിയാണ് ഇടുന്നത്. ഇപ്പം കടുക് പൊട്ടിക്കുന്ന സമയത്ത് അല്പം കടുകാട്ട പൊട്ടിക്കത്തുള്ളൂ. ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കത്തില്ല. കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിന് സവോള, ഇഞ്ചി, ഉള്ളി, സവോളയൊക്കെ കുറച്ചേ എടുക്കത്തുള്ളൂ. സവോള, ഇഞ്ചി, ഉള്ളി, കറിവേപ്പില, അങ്ങനെ നമുക്ക് സാധാരണ രീതിയിൽ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ഐറ്റംസും ഇട്ടിട്ട് വഴറ്റിയെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളെല്ലാം അരിഞ്ഞ് വെച്ചേക്കുന്ന പീസുകൾ, മിക്സിംഗ് ആയിട്ട് വെച്ചേക്കുന്ന പീസുകൾ ഇടാൻ പോവാണ്. ഇട്ടതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ഇത് വഴറ്റിയെടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് വഴണ്ട് കിട്ടാനും പെട്ടെന്ന് തന്നെ അത് റെഡിയാകാനും വേണ്ടി നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും. അപ്പം അതുമാത്രമല്ല ഇതിൻ്റെ ഉപയോഗം. ഇതൊന്നും ചേർത്തില്ലെങ്കിൽ ഇത് വഴണ്ട് കിട്ടും. പക്ഷേ ഇതിന് വഴണ്ട് കിട്ടിക്കഴിയുമ്പോൾ ഈ സവോളയ്ക്ക് ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കൂടിയാണ് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഇത് ആവശ്യത്തിന് ഒരു കുറച്ച് സമയം, ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നാലാണ് ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പീസുകളെല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ആവശ്യത്തിന് പൊടി ചേർക്കാവുന്ന ഭാഗത്തിന് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പൊടി ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പൊടി എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, കുറച്ച് മല്ലി. നമുക്ക് മീറ്റ് മസാല സാധാരണ രീതിയിൽ മല്ലിയും മുളകും പെരിഞ്ജീരകവും എല്ലാം കൂടെ കൂടി, ഗരം മസാല എല്ലാം കൂടി വറുത്തരയ്ക്കുന്ന രീതിയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ അതിനെ നോക്കാതെ സാധാരണ രീതിയിൽ തന്നെ എല്ലാവർക്കും ചെയ്യാവുന്ന കംഫോർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതിനകത്തേക്ക് മല്ലി, മുളക് എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതായത് ലൈറ്റായിട്ട് തീ വെച്ചിട്ട്, ചെറിയ തീയിൽ ഗ്യാസിലുണ്ടാക്കണമെങ്കിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഏകദേശം ഒരു 8 മിനിറ്റ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ കളർ നോക്കിക്കോണം കേട്ടോ. നിങ്ങൾ ഒരു 8 മിനിറ്റെങ്കിലും ലൈറ്റ് തീയിൽ ഇത് ഇളക്കി കൊടുക്കണം. അപ്പം ഈ കളർ മാറി എല്ലാം കൂടി ഒരു ആവറേജ് പൊടിയെല്ലാം നന്നായിട്ട് അടിപൊളിയായിട്ട് മൂത്ത് റെഡിയായി വരും. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് മറ്റൊരു രീതി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ച് എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. പക്ഷേ ഈ രീതി പൊടി നന്നായിട്ട് മൂപ്പിച്ച് കറി വയ്ക്കുന്ന സമയത്ത് ചിക്കന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇത് അതായത് പൊടി നന്നായിട്ട് റെഡിയായി മൂത്ത് വരുന്നതനുസരിച്ച് നല്ല മണമാണ് കേട്ടോ. നമുക്കിതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ ഏകദേശം പൊടി റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പൊടിയുടെ മൂപ്പുകളെല്ലാം നന്നായിട്ടായിട്ടുണ്ട്. പിന്നെ ഒരു 2-3 മിനിറ്റും കൂടി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടാവും കേട്ടോ. അപ്പം ഇതിനകത്തേക്ക് നോക്കുമ്പോൾ പറയാം, നിങ്ങൾ ആ വീഡിയോയുടെ ഫസ്റ്റ് ഭാഗവും ഈ പൊടി ഇടുന്ന ഫസ്റ്റ് ഭാഗവും അവസാനത്തെ ഭാഗം കൂടി നോക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ഇത് നല്ല അടിപൊളി ഒരു മണമൊക്കെ വന്നിട്ട് എല്ലാം റെഡിയായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് വിടുവാണെങ്കിൽ അത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നത്. നമ്മൾ ഈ മസാല അടിച്ചപ്പം പ്രത്യേകിച്ച് നോക്കണമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ തക്കാളി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി ചേർത്ത് കഴിയുമ്പോൾ അതിനകത്തൊരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാവും. അത് കാരണമാണ് നമ്മളിപ്പോൾ തക്കാളി ഒന്നും ചേർക്കാത്ത അല്ലാത്ത രീതിയിൽ എടുത്തേക്കുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് കറിവേപ്പില വേണം ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊടി ആവറേജ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ചെയ്യാൻ പോകണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മുടെ ആദ്യം പീസാക്കി വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ചിക്കനിലേക്ക് നോക്കണം, കണ്ടോ, ഒരു ബ്ലഡ് അതിനകത്ത് ചേരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഗുണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനത്തിനെ സ്കിൻ എല്ലാം റെഡിയാക്കി കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകാമെന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കാലുകൾ, ആ വിരലുകളുടെ തൊട്ട് മേളി വെച്ച് വെട്ടിയതിന് ശേഷം ഈ കാലുകളെ ഇതിനകത്ത് ഇടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇടിച്ച് ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ കാലുകളിലുള്ള മജ്ജയും അതിനകത്തുള്ള ഐറ്റംസും എല്ലാം നമുക്ക് നന്നായിട്ട് ഈ ചിക്കൻ കറിയിൽ അതിൻ്റെ ഫേവറായിട്ട് കിട്ടും.
പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളിൽ ശരിക്കും ഗർഭിണികൾക്കൊക്കെ അവരുടെ ശരീരം രക്ഷയ്ക്കൊക്കെ വേണ്ടി ഈ ചിക്കൻ ഇടിച്ച് പരിപ്പോടെ ആക്കി പരിപ്പോട എന്നല്ല കേട്ടോ, പരിപ്പോട മാതിരി ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. അത് അവർക്ക് ഇത് ഡെലിവറി കഴിഞ്ഞ ലേഡീസിന് മാത്രമല്ല കേട്ടോ, ബോഡിയൊക്കെ തിരുമിയിട്ട് വരുന്ന ജെൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ഒരു പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴീനെ മൊത്തമായിട്ട് എടുത്തിട്ട് ഒരലിട്ട് ഇടിച്ച് അതിൻ്റെ കൂടെ മറ്റു മരുന്നുകളെല്ലാം ചേർത്ത് എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ച് പരിപ്പോട മാതിരിയാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ഇടിച്ച ആ കാലിന്റെ പീസുകളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചിക്കൻ കറിയിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ കുറച്ച് നേരത്തെ വേവും കൂടെ ആകുമ്പോഴത്തേക്ക് ഇതിൽ നിന്നുള്ള എല്ലാ ഔഷധങ്ങളായിട്ടുള്ള ഈ കാലിനൊരു ശക്തി ഉണ്ടെന്നുള്ളതാണ്. ഈ ആടിന്റെ കാലും ചിക്കന്റെ കാലൊക്കെ സെപ്പറേറ്റ് എടുത്ത് വെച്ചത് ഇങ്ങനെ കറി ഉണ്ടാക്കിയൊക്കെ തമിഴ്ക്കാരായിട്ടുള്ള ആൾക്കാരും ഒക്കെ കഴിക്കുന്നുണ്ട്. അതൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ കറിക്കകത്തേക്ക് എന്ന് പറയുമ്പോൾ അവർ പൊടിയെല്ലാം ചൂടായതാണ്. എന്നാലും ഒരു 10 മിനിറ്റ് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിക്കുകയാണ്. ഇതിനകത്തുനിന്ന് കുറച്ചു നേരം കൂടെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി കഴിയുമ്പോൾ കുറേശ്ശെ അതിൽ നിന്ന് വെള്ളം ഒരു 10 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് ചിക്കനിൽ നിന്നുള്ള പീസിൽ നിന്നുള്ള വെള്ളം അതിനകത്ത് കാണാം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ ആദ്യം തിളപ്പിക്കാൻ വെച്ച പാത്രത്തിൽ നിന്നുള്ള വെള്ളം കുറച്ചും കൂടി ഒഴിച്ച് നമ്മൾ കണ്ടോ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് നാടൻ ചിക്കനായിട്ട് വേവുണ്ട്. ഈ ബ്രോയിലർ ചിക്കൻ മേടിക്കുന്ന ഒരു കുറച്ച് വേവിലൊന്നും തീരത്തില്ല, അപ്പോൾ കൂടുതൽ വേവുണ്ട്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ആവറേജ് ലെവലെല്ലാം സെറ്റ് ചെയ്ത് ഇതിനെ അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വേവിക്കണം കേട്ടോ. മറ്റേ ഇതെല്ലാം നന്നായിട്ട് അരമണിക്കൂറെങ്കിലും നല്ല തീയിൽ വേവിച്ച് കഴിയുമ്പോൾ ഈ വെള്ളവും ഇതെല്ലാം കൂടെ നന്നായിട്ട് വെന്ത് അതിൻ്റെ അടുത്ത് പിന്നെ അടുക്കാൻ പറ്റത്തില്ല, അത്രയും നല്ല ഒരു മണമൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ആ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് കപ്പയും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കപ്പേനെ ഇളക്കി റെഡിയാക്കണം. കപ്പ എന്ന് പറയുമ്പോൾ അത് കാന്താരി ഇട്ട് റെഡിയാക്കി എടുത്ത കപ്പയാണ് കേട്ടോ. എന്നുവെച്ചാൽ കാന്താരിയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഐറ്റംസ്. കപ്പേനെ ഇളക്കി ചുമ്മാ ഇളക്കുന്നതല്ല, നന്നായിട്ട് പൊട്ടിച്ച് ഇളക്കിയെടുക്കും. ആ കപ്പേന്ന് ആവിയൊക്കെ പൊങ്ങി വരുന്ന കാണാൻ പറ്റും. നമ്മൾ ഇളക്കുന്നതെന്ന് പറയുമ്പോൾ വേറെ തവി വെച്ചിട്ടൊന്നുമല്ല കേട്ടോ, നല്ല കമ്പ് വെച്ചിട്ട് അതിനെ റൗണ്ട് ചെയ്ത് കറക്കി ഇളക്കി പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നമ്മുടെ കപ്പയും ഈ ചിക്കനും കൂടെ കഴിക്കുമ്പം പറയണ്ട കേട്ടോ, അത് ഒരു വേറൊരു ലെവല് നമുക്കൊരു വികാരമാണ് ഇതിൽ നിന്നുണ്ടാകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് എല്ലാം കൂടെ നമ്മളെ മനം മയക്കി ചിക്കൻ കറിയുടെ അവസാന ഭാഗത്തായിട്ടുണ്ട്. ഇനിയും 15 മിനിറ്റ് കൂടെ വെക്കണം, ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി മണമാണ് കേട്ടോ. ഇത് തുറന്ന് ഇത്രയും നേരം അടച്ചു വെച്ചിട്ട് തുറന്ന് ഇളക്കുമ്പോൾ നല്ല മണമൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. ഇത് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ മണമാണ് കേട്ടോ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മളടുത്ത് കടുക് താളിക്കുകയാണ്. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി, മുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് കടുക് താളിക്കുന്നത്. കറിവേപ്പില നല്ല കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അത്രയും ടേസ്റ്റി ഉണ്ടാവും. ഇപ്പോൾ ഈ കൂടെ വെളിച്ചെണ്ണ ആണെങ്കിലും മുളകാണെങ്കിലും എല്ലാം നന്നായിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കണം, അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മളിത് കറിക്കകത്തേക്ക് ചേർക്കുകയാണ്. കറിക്കകത്തേക്ക് ചേർക്കുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറി ഒരു പെരളൻ ലെവലിൽ, പെരളിൻ്റെ തൊട്ട് മേലിലാട്ടോ ഇരിക്കണേ, അങ്ങനെ ഇരിക്കണം. ഇച്ചിരി കൂടെ ഉണക്കി എടുത്താൽ ആ നാടൻ കോഴിക്കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഇത് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ലെവൽ. ഇതിനകത്തേക്ക് നമുക്ക് ഇത് കടുക് താളിച്ചതിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് അടച്ചു വെക്കണം. 5 മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോൾ പിന്നെ ആ മണം അതിൻ്റെ അടുത്തൊന്ന് പോയി നിങ്ങൾ നിന്നാൽ അറിയാൻ പറ്റും, അത്രയും നല്ല മണം കേട്ടോ കടുക് താളിച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ കറി ഇരിക്കുന്ന കേട്ടോ നല്ല ആ ആവിയെല്ലാം പറക്കുന്ന നമുക്ക് കാണാൻ പറ്റും. കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് വെള്ളമൊന്നും പറ്റത്തൊന്നുമില്ല, എന്നാലും ഒരു ചാലോടെ പറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ കറിയും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, വിളമ്പി വെച്ചിട്ടുണ്ട്. നമ്മൾ ടേബിളിലോട്ട് വിളമ്പി വെച്ചിട്ടുണ്ട്. ഇപ്പം ചിക്കൻ കറിയിലോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇനി ഇത് നമ്മൾ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാൻ പോവാണ്. കടിച്ചിട്ട് പറ. അടിപൊളി. ആ എല്ലാം എങ്ങനെയുണ്ട്? എല്ലാം ഇട്ടിരിക്കുവാണോ അത് കടിക്കാൻ നല്ലൊരു സെറ്റാണോ? വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.